ഒരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. മനു രേവതിക്കുട്ടിയുടെ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് ഗ്രേസിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ഈ രാത്രിയിൽ ആരാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പെരുവരുത്തോണ്ടാണ് ഗ്രേസി ഫോൺ എടുത്ത് നോക്കുന്നത്. ഫോണിനകത്ത് മനുശങ്കർ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. രേവതിക്കുട്ടി ഇന്ന് മനു വിളിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയല്ല ഗ്രേസി ആന്റി ആണെന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ നമ്പറാണെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അവൾക്ക് ഇപ്പൊ വേറെ നമ്പറാണ്. മനുശങ്കരല്ലേ? ഓ, അവിടെ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, രേവതിക്കുട്ടി ഇപ്പോ ഉറങ്ങിക്കാണും. അത്യാവശ്യം എന്താണെങ്കിൽ കൊടുക്ക എന്ന് പറയുന്നുണ്ട്. വേണ്ട വേണ്ട, അത്ര അത്യാവശ്യമൊന്നുമല്ല. അലീന ഒരുപക്ഷെ എറണാകുളത്തേക്ക് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടപ്പാട്ടൂർ വിളിച്ച സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അലീന ഇവിടേക്ക് വന്നിട്ടില്ല, അത് മനസ്സിലായി. അലീന ഇങ്ങോട്ട് പോരാൻ വേണ്ടി തയ്യാറായതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നാ അലീന ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് പോരാൻ വേണ്ടി പറ്റത്തില്ല, നിങ്ങള് വരണ്ട എന്ന്. ശരി ആന്റി, അങ്ങനെയാണെങ്കിൽ ഞാൻ അലീനയെ വിളിച്ചോളാം. മോനെ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായി? പ്രശ്നങ്ങള് നാളെ പറയാം ആന്റി, ഒരുപാട് പറയാനുണ്ട്. മാമച്ചനങ്ങളെ അന്വേഷിച്ചു എന്നുള്ള കാര്യം പറഞ്ഞേക്കണേ ആന്റി. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അലീന അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനുശങ്കറിന് മനസ്സിലാവാണ്. അടുത്തതായിട്ട് ബാലേന്ദ്രന്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ആ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. മനുവാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പെരുവെറുക്കുന്നുണ്ട്. ഇനിയിപ്പോ ആരോട് ചോദിക്കാനായിന്ന്. തുടർന്ന് റിസോർട്ടിലാണ് കാണിക്കുന്നത്. കൃഷ്ണമോള് അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛന്റെ ഫോണൊന്ന് തരുമെന്ന് ചോദിക്കുകയാണേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഓൺ ആക്കിക്കോളാം. ഇന്ന് എന്റെ ഫോൺ ഓണാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. നാളെ നോക്കിയതിന് ശേഷം എനിക്ക് താല്പര്യം വരികയാണെങ്കിൽ മാത്രമേ ഓൺ ആക്കുള്ളൂ. അച്ഛ, നമുക്ക് അറിയിക്കണ്ടേ വീട്ടില്? ആരെ? അമ്മയെ നമ്മള് എവിടെയാണെന്നുള്ള കാര്യം? നീ അച്ഛന്റെ കൂടെയല്ലേ ഉള്ളത്, അല്ലാതെ അയലത്തെ വേലാതിന്റെ ചേട്ടന്റെ കൂടെയാണോ? അത് കേട്ട് കൃഷ്ണമോള് അച്ഛന്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതലൊന്നും അറിയിക്കണ്ട, പോയി കിടന്നുറങ്ങാൻ വേണ്ടി നോക്ക്. അങ്ങനെ കൃഷ്ണമോള് പോയിട്ട് കിടക്കുന്നുണ്ട് ബെഡില്. അലീനയാണെന്നുണ്ടെങ്കിൽ സോഫയില് തുണി വിരിച്ച് കിടക്കാനുള്ള പദ്ധതിയാണേ. അലീന, നീ എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് നീ ബെഡിൽ കിടക്ക്. കൃഷ്ണമോളും സാറും ബെഡിൽ കിടക്കൂലേ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കൃഷ്ണമോളും തീയും തമ്മിൽ എനിക്ക് എന്താണ് വ്യത്യാസം? ഉണ്ടോ വ്യത്യാസം എന്ന് ഒന്നുകൂടി എടുത്തു ചോദിക്കുന്ന സമയത്ത് അലീന ഇല്ല എന്ന് പറയാണ്. എനിക്ക് ആദ്യം പിറക്കേണ്ട മോളായിരുന്നു നീ. ബാലേന്ദ്രൻ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും അലീന പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. ദാ ഇവിടെ കൃഷ്ണമോള് കിടക്കുന്നതിന്റെ അപ്പുറത്തായിട്ട് കിടന്നോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അലീനയും ചെന്ന് കൃഷ്ണമോളുടെ അരികില് കിടക്കുവാണ്. അവർ രണ്ടുപേരും ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതേസമയം ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ. തുടർന്ന് വൈജയാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ചു നേരം വൈജി അങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം ബാലചന്ദ്രന്റെ മുറിയിൽ ചെന്ന് എന്തൊക്കെ തിരയുന്നുണ്ട്. എന്നതിന് ശേഷം ബെഡിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് റിസോർട്ടിലാണെന്നുണ്ടെങ്കിൽ 3 പേരും കൂടി ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. അലീന ഉറങ്ങിയിട്ടുണ്ട്. ബാലേന്ദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കൃഷ്ണമോളെ ബെഡിൽ കാണുന്നില്ല. കൃഷ്ണമോളെ എഴുന്നേറ്റിട്ട് സിറ്റ് ഔട്ടിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കണ്ട് ബാലചന്ദ്രൻ അവളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മോളെന്താ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ. മോൾക്ക് എന്താ പറ്റിയത്? എനിക്കെന്തോ ഭയങ്കര വിഷമം വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങുവാണേ. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഉറക്ക കരയണമെന്ന് കൃഷ്ണമോള് പറയുന്നത് കേൾക്കുമ്പോഴേക്കും കൃഷ്ണമോളെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം അലീനയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കമാണേ. തുടർന്ന് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് റൂമിന്റെ പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിന്റെ അരികിൽ ചെന്നിട്ട് ഇരിക്കുവാണ് ഇരുവരും. അവിടെ എത്തിയതിന് ശേഷം കൃഷ്ണമോളുടെ കൈ പിടിച്ചിട്ട് മോളുടെ വിഷമം എന്താണ്? എന്താണെങ്കിലും പറഞ്ഞോ. അച്ഛൻ എന്താ ഇങ്ങനെ? അമ്മയോട് ഭയങ്കര ദേഷ്യം. എന്റെ അച്ഛൻ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മോള് പറഞ്ഞത് ശരിയാണ്, അച്ഛന് ഒരുപാട് മാറിപ്പോയി. പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തുവാണേ. നിങ്ങൾക്ക് ഇരുവർക്കും പരസ്പരം ഒരു സ്നേഹവുമില്ല. കീരിയും പാമ്പും പോലെ നിൽക്കുവാണ് ഇരുവരും. അച്ഛനാണ് ഈ വഴക്ക് തുടങ്ങി വെച്ചതെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അമ്മ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അച്ഛനാണ് മാറിപ്പോയത്. അച്ഛന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നുള്ള കാര്യം മോൾക്ക് അറിയോ? എനിക്കറിയില്ല. അച്ഛൻ ഇങ്ങനെ മാറണ്ടായിരുന്നു. അച്ഛൻ അന്ന് ആരോടും പറയാതെ ദൂരെ എങ്ങോ പോയി. ഒരുപാട് കുടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായി. തിരിച്ച് വീട്ടിൽ വന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ വേറെ ബെഡ്റൂമിൽ താമസിച്ചു. ഒടുവിൽ അച്ഛന്റെ കാര്യങ്ങളെല്ലാം അലീന ചേച്ചി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി ചേർന്നിട്ട് ബലം പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അലീന ചേച്ചിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അച്ഛനാണെങ്കിൽ പുറകെ ചെന്നിട്ട് അലീന ചേച്ചിയെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അലീന ചേച്ചിയെ വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്? അത് വീണ്ടും വഴക്കിലേക്കല്ലേ വരൂ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അടുത്തു, ഇനി ജീവിക്കണ്ട എന്നൊക്കെയാണ് തോന്നുന്നതെന്ന് കൃഷ്ണമോള് പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛൻ ചെയ്തതെല്ലാം തെറ്റ്, അമ്മ ചെയ്തതെല്ലാം ശരി അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള തെറ്റ് ശരിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കുന്ന സമയത്ത് ഇതെല്ലാം പിടിവാശിയാണ്. അമ്മയ്ക്ക് അച്ഛനെ ജയിക്കണം എന്നുള്ള വാശി, അച്ഛന് അമ്മയെ തോൽപ്പിക്കണം എന്നുള്ള വാശി. ഇതിന് ഒരു അവസാനമില്ല അച്ഛ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുക കേൾക്കുമ്പോൾ ഞാനൊരു കഥ പറയാം, കേൾക്കാനുള്ള ക്ഷമയുണ്ടോ എന്ന് മോളെടുത്ത് തിരിച്ചു ചോദിക്കുകയാണേ. അച്ഛൻ പറഞ്ഞോ? ഞാൻ കേൾക്കാം. പണ്ടൊരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. 10-12 വർഷക്കാലം അവൻ അവളെ മനസ്സിൽ കൊണ്ടു നടന്നു. പിന്നെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു. പിന്നീടാണ് അറിയുന്നത് ആ പെണ്ണ് വേറൊരുത്തരെ സ്നേഹിച്ചിരുന്നു എന്നും അവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു എന്നും ആ ബന്ധത്തില് ഒരു കുഞ്ഞുണ്ടായി എന്നും അതിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ. അത് ഭയങ്കര ചതിയല്ലേ മോളെ? ഇതെല്ലാം കേട്ട് കൃഷ്ണമോൾ ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുക അല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. മോളെ നീ എന്താ ഒന്നും പറയാത്തത്? ചതിയാണച്ച, എന്താ സംശയം? അയാൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റോ? ഇല്ല, ആ ചതി പറ്റിയവനാണ് നിന്റെ മുമ്പിൽ നീ ഇരിക്കുന്ന നിന്റെ അച്ഛൻ. ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ എഴുന്നേറ്റ് ഇല്ല ഇല്ല അച്ഛ എന്ന് പറയാനേ. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലേ? അച്ഛനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് ആരോ ആയിക്കോട്ടെ, പക്ഷെ അറിഞ്ഞത് സത്യമാണെന്ന് നോക്കിയാ പോരെ? ഇല്ല അച്ഛ, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല നിന്റെ അച്ഛൻ. അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരും അറിയാതെ ഞാന് അന്ന് ദൂരേക്ക് പോയത്. നീലഗിരി ചെന്നിട്ട് ഗംഗേട്ടനോട് തന്നെ ഞാൻ ഈ കാര്യം ചോദിച്ചു. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന്. ഗംഗേട്ടൻ അത് സമ്മതിച്ചു. ശിവേട്ടനറിയാം, രാജീവനറിയാം, നിന്റെ മുത്തശ്ശിക്കറിയാം. എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ചതി നടത്തിയത്. അച്ഛൻ വെറും ഒരു ഇര. അച്ഛൻ കള്ള് കുടിച്ചിട്ടല്ല മോളെ അച്ഛന്റെ ഹൃദയം തകർന്നത്, ഈ വഞ്ചന അറിഞ്ഞിട്ടാണ്. അച്ഛ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചുകൊണ്ട് കൃഷ്ണമോൾ വിളിക്കുന്നുണ്ടേ. ഇതെല്ലാം ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മ എന്റെ കൂടെ ജീവിക്കോ? ഇല്ല, ഒന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ബന്ധം പിരിയും. ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം അവിടെ അറിയിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ ജീവിക്കോ? ഇല്ല അച്ഛ, ഇപ്പോ അലീന ചേച്ചിയാണല്ലോ പ്രശ്നം. അലീന ചേച്ചിയെ പറഞ്ഞയച്ച അത്രയും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന ആരാണെന്നാണ് നിന്റെ വിചാരം? ഹോം നേഴ്സായിട്ട് അന്ന് നിന്റെ അമ്മ പ്രസവിച്ചിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഓർഫണേജ് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച കുഞ്ഞാണ് ഇപ്പോ വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന. അത് കേട്ടിട്ട് സ്തംഭിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് കൃഷ്ണമോള്. അത് മാത്രമല്ല അലീനയുടെ മുഖം തന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൾക്കറിയാം അവള് വൈജയുടെ മകളാണെന്ന്, നിന്റെ ചേച്ചിയാണെന്ന്. ഇപ്പോ നീയും അറിഞ്ഞില്ലേ? ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരാണ്? നീ ഇനി എന്ത് ചെയ്യണം? നീ മരിക്കണോ? ജീവിച്ചിരിക്കണോ? കൊല്ലണോ? ഇതൊക്കെ ചോദ്യങ്ങള് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബാലചന്ദ്രൻ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോണോ? ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ബാലചന്ദ്രനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിക്കുന്നത് വൈജയ്ക്കാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷൻ ആവാണ്. രാത്രി മുഴുവൻ ഉറങ്ങാൻ പോലും പറ്റാതെ പിറ്റേ ദിവസം രാവിലെ ആയ ഉടനെ തന്നെ രാജീവനെ വിളിക്കുന്നുണ്ട്. അവര് എവിടെ പോയെന്നുള്ളതല്ല ടെൻഷൻ, അലീനയെ പിക്ക് ചെയ്തിട്ടായിരിക്കോ ബാലചന്ദ്രൻ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ രാജീവേട്ട നമ്മള് തോറ്റതുപോലെയല്ലേ എന്നുള്ള വിഷമത്തിലാണ് വൈജയുള്ളത്. അത് കഴിഞ്ഞ് റിസോർട്ടിലാണെങ്കിൽ ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, ഇനി എങ്ങോട്ട് പോയെന്ന്. എങ്ങോട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്തായാലും സാറിന്റെ കാരുണ്യത്തിലാണ് എന്റെ ജീവിതം. നിനക്ക് എന്റെ വീട്ടില് എല്ലാവർക്കും ഉള്ള അതുപോലെ തന്നെ അവകാശമുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് തന്നെ അലീനയെ കൊണ്ടുപോകും. വൈജയുടെ തോൽവി സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ വൈജ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം.